ഒളിഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ സ്റ്റോക്കുകളെ കണ്ടെത്തുന്ന ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കുകൾ എന്ന ഈ സീരീസിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുപോലെ മാർക്കറ്റിലെ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിൽ നിന്ന് മാറി അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ വലിയ സാധ്യതകളുള്ള ബിസിനസ്സുകളെ കണ്ടെത്താനുള്ള നമ്മുടെ ആ ഒരു യാത്ര അങ്ങനെ തുടരുകയാണ്. ഇന്ന് അതേപോലെ തന്നെ വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു സെക്ടറിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ ടൗണിലെ സ്റ്റുഡൻസ് പോലും പേഴ്സ് പോലും തൊടാതെ ഓൺലൈനായിട്ട് ബുക്കുകൾ വാങ്ങുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഒരു ഫിൻടെക് വിപ്ലവത്തിന്റെ ഒരു കഥ. ഒരു ഡിജിറ്റൽ ഗോൾഡ് റഷിന്റെ കഥ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. നല്ല സ്പീഡുള്ള സ്റ്റാർട്ടപ്പുകൾ ബാങ്കിലെ പഴയ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഭീമന്മാരെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്ത്യയുടെ ഫിൻടെക് മാർക്കറ്റ് അതിവേഗം വളരുമെന്നാണ് പ്രവചനങ്ങൾ കാണിക്കുന്നത്. ഈ കണക്കുകളൊക്കെ കേൾക്കാൻ വളരെ രസകരമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന യഥാർത്ഥ സ്റ്റോറി ഇതല്ല. ഈ മിന്നുന്ന ആപ്പുകളെ പൊടിപിടിച്ച പഴയ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഈ ഒരു വിവരണം അടിസ്ഥാനപരമായിട്ട് തെറ്റാണെങ്കിൽ എല്ലാവരും അടുത്ത പുതിയ ഫിൻടെക്കിന്റെ പുറകെ പോകുമ്പോൾ ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ കുതിപ്പിലെ യഥാർത്ഥ വിജയികളെ നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടെത്താനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മൾ ആ ഒരു ആൾട്ടർനേറ്റീവ് സാധ്യതകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഫിൻടെക് ഡിസ്റപ്ഷൻ എന്ന ഒരു മിത്തിനെ പൊളിച്ചെഴുതുകയും മുമ്പത്തെക്കാളും ശക്തമായും കാര്യക്ഷമമായിട്ട് മാറിയ 3 ആൾട്ടർനേറ്റ് ഇന്ത്യൻ ബാങ്ക് ഭീമന്മാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് തൊട്ടു മുമ്പായിട്ട് എന്തുകൊണ്ട് ഫിൻടെക് എന്നത് ഒരു ഷോ മാത്രമാകുന്നു എന്ന ആ ഒരു കൺഫ്യൂഷൻ തീർത്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിൻടെക്കിന്റെ കഥ വളരെ ആകർഷണീയമാണ്. അതിൽ ചില സത്യങ്ങളുമുണ്ട്. ഗവൺമെന്റിന്റെ ഇന്ത്യ സ്റ്റോക്ക്, അതായത് ജൻധൻ, ആധാർ, മൊബൈൽ എന്നിവ ചേർത്ത ജാം ട്രിനിറ്റിയും അതിന്റെ ഭാഗമായിട്ടുള്ള UPIയും ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഒരു പബ്ലിക് ഹൈവേ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് മുകളിൽ 100 കണക്കിന് ഫിൻടെക് കമ്പനികൾ യൂസർ ഫ്രണ്ട്ലി ആപ്പുകളുമായിട്ട് വന്നു. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും അവരൊക്കെ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ ഒരു പ്രധാന ചോദ്യം മറന്നു പോകുന്നുണ്ട്. ഈ ഒരു ഡിജിറ്റൽ റെയിൽവേ ട്രാക്കുകൾ ആരുടേതാണ്? ഇതിന്റെ എല്ലാം ഒടുവിൽ ഈ പണമെല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഉത്തരം വളരെ ലളിതമാണ്. മുമ്പുണ്ടായിരുന്ന അതേ ബാങ്ക്. ഫിൻടെക്കുകൾ ബാങ്കിങ്ങിനെ എളുപ്പമാക്കി. പക്ഷെ അവരുടെ പ്രവർത്തനം ഒരു ഫ്രണ്ട് എൻഡ് പോലെ മാത്രം ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥ ബാങ്കിംഗ് ജോലികൾ, അതായത് സേവിങ്സ് അക്കൗണ്ടുകൾ, നിക്ഷേപങ്ങൾ, വലിയ ലോണുകൾ, ഇവയൊക്കെ നൽകുന്നത് ബാങ്കുകളുടെ ഒരു കയ്യിൽ തന്നെയാണുള്ളത്. ഒരു ഫിൻടെക് ആപ്പ് വഴി നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ പോലും ആ പണം വരുന്നത് ആ ഒരു ബാങ്കുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ നിന്നാണ്. വർഷങ്ങളായിട്ട് കിട്ടാക്കടത്തിൽ മുങ്ങി എന്ന് നമ്മൾ കേട്ട ഇന്ത്യൻ ബാങ്കുകൾ ഒരു നിശബ്ദമായ വിപ്ലവത്തിലൂടെ കടന്നു പോവുകയാണ്. അവർ ബാലൻസ് ഷീറ്റുകൾ ക്ലീൻ ആക്കി കിട്ടാക്കടം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ നമ്മൾ HDFC ബാങ്ക്, SBI പോലെയുള്ള ഇൻഡസ്ട്രിയിലെ അധികായന്മാരെ ഉൾപ്പെടുത്താത്തത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത്? കാരണം വളരെ ലളിതമാണ്. അവയുടെ ശക്തിയും മേധാവിത്വവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം അധികം ആരും ശ്രദ്ധിക്കാത്ത, എന്നാൽ ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചുവരവ് നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മുന്നേറുന്ന ഈ മേഖലയിലെ പൊട്ടൻഷ്യൽ ബാങ്കുകളെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഫിൻടെക്കുകൾക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന 3 കാര്യങ്ങൾ അവർക്കുണ്ട്. കുറഞ്ഞ ചെലവിൽ ലാഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ, രണ്ടാമത് തലമുറകൾ കൊണ്ട് നേടിയെടുത്ത വിശ്വാസം, പിന്നെ ബാങ്കിംഗ് സിസ്റ്റത്തിന് സ്ഥിരത നൽകുന്ന റെഗുലേറ്ററി സംരക്ഷണം. അപ്പൊ നമുക്ക് ആ സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ദ ബ്രില്യന്റ് ബാങ്കർ കൊടാക് മഹീന്ദ്ര. ഇന്ത്യൻ ബാങ്കിങ്ങിലെ സ്ഥിരതയുടെയും തന്ത്രപരമായ വളർച്ചയുടെയും പ്രതീകമാണ് കൊടാക് മഹീന്ദ്ര ബാങ്ക്. മറ്റു ബാങ്കുകളൊക്കെ കിട്ടാക്കടം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ കൊടാക് അതിന്റെ അസറ്റ് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വളരെ ശ്രദ്ധയോടെ വളർച്ചയ്ക്ക് മുൻഗണന നൽകി. ഫിൻടെക്കുകൾ വരുന്നതിന് മുമ്പേ ബാങ്കിംഗ് ഡിജിറ്റൽ ആക്കുന്നതിൽ അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ 811 ഡിജിറ്റൽ അക്കൗണ്ട് ഒരു വിപ്ലവം തന്നെയായിരുന്നു. ഒരു ബ്രാഞ്ചിലും പോകാതെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ ഇത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ സഹായിച്ചു. ഈ ഡിജിറ്റൽ ഫസ്റ്റ് സമീപനം ബാങ്കിന് കുറഞ്ഞ ചെലവിൽ വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കൊടുത്തു. ഫണ്ടമെന്റൽസ് നോക്കിയാൽ കൊട്ടാക്കിന്റെ കരുത്ത് വളരെ വ്യക്തമാകുകയും ചെയ്യും. ബാങ്കിങ്ങിന്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് അനുപാതം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ഒന്നാണ്. അതുപോലെ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് ഫണ്ട് സമാഹരിക്കാൻ സഹായിക്കുന്ന CASA, അതായത് കറന്റ് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് റേഷ്യോ വളരെ ശക്തമായിട്ടുള്ള നിലയിലാണ് ഉള്ളത്. ഇത് ബാങ്കിന്റെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. റിട്ടേൺ ഓൺ അസറ്റ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇവ സ്ഥിരമായിട്ടുള്ള മികച്ച നിലയിൽ തന്നെ തുടരുന്നത് കാര്യക്ഷമതയുടെ ഒരു തെളിവായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. ടെക്നിക്കൽ ചാർട്ടുകളിൽ സ്റ്റോക്ക് പലപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ഘട്ടത്തിന് ശേഷം ശക്തമായിട്ടുള്ള മുന്നേറ്റം കാണിക്കാറുണ്ട്. ഇത് തീർച്ചയായിട്ടും ദീർഘകാല നിക്ഷേപകർക്ക് വളരെ ആകർഷണീയമായിട്ടുള്ള അവസരങ്ങൾ നൽകാറുണ്ട്. കൊടക് വെറും ഒരു ആപ്പ് ഉണ്ടാക്കുകയായിരുന്നില്ല, മറിച്ച് ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ ഉപഭോക്താക്കളെ നേടുകയും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സേവനങ്ങൾ നൽകുകയുമാണ് ചെയ്തത്. അതായത് കുറഞ്ഞ ചിലവിലെ ഡിപ്പോസിറ്റുകൾ, മികച്ച അസറ്റ് ക്വാളിറ്റി, ഡിജിറ്റൽ ഇന്നോവേഷൻ എന്നിവയുടെ ഒരു മികച്ച കോമ്പിനേഷനാണ് കൊടാക് മഹീന്ദ്ര ബാങ്കിനെ വളരെ വ്യത്യസ്തമാക്കിയത്. തീർച്ചയായിട്ടും ആ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ് കൊടാക് മഹീന്ദ്ര ബാങ്കിനെ മുൻനിരയിലേക്ക് നയിക്കാൻ ആ ഒരു പൊട്ടൻഷ്യൽ നൽകുന്നതും ഇനി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവരുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമുക്കിവിടെ ഒന്ന് പരിശോധിച്ച് പോകാം. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരാൻ പോകുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത്
ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള മൂവിംഗ് ആവറേജുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഗ്രോത്തിന്റെ അവസരം ഈ ഒരു ബാങ്കിൽ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. നമുക്ക് ടെക്നോളജി കൊണ്ട് തിരിച്ചു വന്ന ICICI ബാങ്കിലേക്ക് കടക്കാം. ഒരു ഗംഭീര ട്രാൻസ്ഫോർമേഷന്റെ കഥയാണ് ICICI ബാങ്കിന്റേത്. ഒരു കാലത്ത് ലോൺ ക്വാളിറ്റിയുടെ പേരിൽ ആശങ്കകൾ നേരിട്ടിരുന്ന ICICI ബാങ്ക് ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ശക്തമായിട്ട് തിരിച്ചു വരണം എന്നതിന്റെ മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് മുമ്പിലുണ്ട്. ICICIയുടെ ട്രാൻസ്ഫോർമേഷൻ അതിന്റെ നമ്പറുകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി ഗണ്യമായിട്ട് മെച്ചപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് GNPA തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ബാങ്കിന്റെ റിട്ടേൺ ഓൺ അസറ്റ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നിവ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നു. ICICIയുടെ ഇൻസ്റ്റാബിസ്, iMobile Pay പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഏത് ഫിൻടെക്കിനോടും കിടപിടിക്കുന്ന എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ടെക്നിക്കൽ സൈഡിൽ നോക്കിയാൽ ICICI ബാങ്കിന്റെ സ്റ്റോക്ക് ഒരു ശക്തമായിട്ടുള്ള അപ്ട്രെൻഡിലാണുള്ളത്. ഇത് വിപണിയിൽ ബാങ്കിനോടുള്ള ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വലിയ ബാങ്കിന് വളരെ വേഗത്തിൽ ഇന്നോവേറ്റ് ചെയ്യാം, മുന്നോട്ട് പോകാനും കഴിയും എന്ന് ICICI തെളിയിച്ചു. അത് അതിന്റെ വലിയ ബ്രാഞ്ച് നെറ്റ്വർക്കിന്റെ ഒരു മികച്ച ഡിജിറ്റൽ എക്സ്പീരിയൻസുമായിട്ട് വിജയകരമായിട്ട് ബന്ധിപ്പിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കാനും സാധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ നൽകുന്ന ബാങ്കിംഗ് അധികായനായിട്ട് ICICI ബാങ്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ബാങ്കിംഗ് സെക്ടറിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താവുന്ന ഏറ്റവും നല്ല ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ICICI ബാങ്കിന് കാണാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് തിരിച്ചു വരുന്ന ആ ഒരു പോരാളി ആക്സിസ് ബാങ്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ അവസാനത്തെ ചോയ്സ് ആണ്. കുറച്ച് വർഷങ്ങളായിട്ട് മുമ്പ് വരെ കിട്ടാക്കടത്തിന്റെ പേരിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന ആക്സിസ് ബാങ്ക് ആണ്. എന്നാൽ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ബാങ്ക് നടത്തിയ തിരിച്ചുവരവ് ഇന്ത്യൻ ബാങ്കിംഗ് ലോകത്തെ അത്ഭുതപ്പെടും. തീർച്ചയായിട്ടും ഒരു അഗ്രസീവ് കംബാക്ക് ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. ആദ്യം തന്നെ അവർ അവരുടെ ഒരു ബാലൻസ് ഷീറ്റ് ക്ലീൻ ആക്കി കിട്ടാക്കടത്തിന്റെ അളവ് കുറച്ചു. ബാങ്കിന്റെ പ്രൊവിഷനിങ് കവറേജ് റേഷ്യോ PCR വർദ്ധിപ്പിച്ചത് കിട്ടാക്കടങ്ങളെ നേരിടാനുള്ള കരുത്ത് കാണിക്കുന്നു. അതോടൊപ്പം ടെക്നോളജിയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓപ്പൺ ബൈ ആക്സിസ് പോലെയുള്ള ഡിജിറ്റൽ സംരംഭങ്ങളുടെ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകുകയും ചെയ്തു. സിറ്റി ബാങ്കിന്റെ ഇന്ത്യൻ റീറ്റെയിൽ ബിസിനസ് ഏറ്റെടുത്ത് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വെൽത്ത് മാനേജ്മെന്റ് രംഗത്ത് വലിയൊരു കുതിപ്പ് നടത്തി. ഈ ഏറ്റെടുക്കൽ വഴി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം ഏതാണ്ട് 31% വർദ്ധിക്കുകയും ചെയ്തു. ടെക്നിക്കൽ ചാർട്ടുകളിൽ മുമ്പുണ്ടായിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് കരകയറി ഒരു പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു പാറ്റേൺ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സിറ്റി ബാങ്ക് ഡീലിന് ശേഷമുള്ള മുന്നേറ്റം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇന്ന് ശക്തമായിട്ടുള്ള റീറ്റെയിൽ സാന്നിധ്യം, മെച്ചപ്പെട്ട അസറ്റ് ക്വാളിറ്റി, വൺ ആക്സിസ് എന്ന പേരിലുള്ള സേവനങ്ങളും ഒരുമിപ്പിക്കുന്ന തന്ത്രം എന്നിവയിലൂടെ ആക്സിസ് ബാങ്ക് ഇന്ത്യയിലെ മുൻനിര ബാങ്കുകളിൽ ഒന്നായിട്ട് അതിവേഗം വളരുകയാണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്കുകൾ, അതായത് ബാങ്കിംഗ് സെക്ടറിലുള്ള നല്ല രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഫിൻടെക് ആപ്പുകൾ റിയൽ ആണ്, ഡിജിറ്റൽ പേയ്മെന്റ് ബൂം റിയൽ ആണ്. എന്നാൽ അവ പഴയ കളിക്കാരെ ഇല്ലാതാക്കാൻ വന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവിടെ പൊളിച്ചെഴുതപ്പെടുന്നത്. യഥാർത്ഥ കഥ അഡോപ്റ്റേഷന്റെയും ഒരുമിക്കലിന്റേതുമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ റവല്യൂഷൻ 1000 പുതിയ വിന്നേഴ്സിനെ ഉണ്ടാക്കിയല്ല, അത് ഏറ്റവും വലിയ കളിക്കാരെ കൂടുതൽ ശക്തരാക്കിയാണ്. മുഴുവൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെയും സെൻട്രൽ നെറ്റ്വർക്ക് സിസ്റ്റമാണ് ബാങ്കുകൾ. അവരുടെ കയ്യിൽ ഡിപ്പോസിറ്റുകൾ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, റെഗുലേറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ അവരുടെ കയ്യിൽ ടെക്നോളജിയും ഉണ്ട്. അവർ ഫിൻടെക്കുകളുമായിട്ട് പാർട്ണർ ചെയ്യുന്നു. അവരെ ഇന്നോവേറ്റ് ഫ്രണ്ട് എൻഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ബാങ്കിന്റെ കോർ പ്രോഫിറ്റബിൾ ബിസിനസ് അവർക്കായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അതിന്റെ ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽസ് കൊണ്ടും ഡിജിറ്റൽ മികവ് കൊണ്ടും വേറിട്ട് നിൽക്കുകയാണ്. ICICI ബാങ്ക് ടെക്നോളജി കരുത്താക്കിയ ഒരു ഗംഭീര തിരിച്ചുവരവിന്റെ സ്റ്റോറിയാണ്. അടുത്ത പ്രതിസന്ധികളിൽ നിന്ന് ഒരു ഭീമൻ എങ്ങനെ തിരിച്ചു വരുമെന്ന് ആക്സിസ് ബാങ്ക് കാണിച്ചു തരുന്നു. ഇപ്പോൾ വെറും ബാങ്കുകൾ മാത്രമല്ല, അവർ ഇന്ത്യയുടെ ഡിജിറ്റൽ റവല്യൂഷന്റെ യഥാർത്ഥ സൈലന്റ് ബെനിഫിഷ്യറികളായിട്ടുള്ള പവർഫുൾ ഡേറ്റ ഡ്രിവൺ സ്ഥാപനങ്ങളാണ്. ഹെഡ്ലൈനുകൾ പലപ്പോഴും ലേറ്റസ്റ്റ് ആപ്പിന്റെ ഷോർട്ട് ടൈം വാല്യുവേഷനുകളുടെ പുറകെ പോകുമ്പോൾ സ്മാർട്ട് മണിക്ക് അറിയാം യഥാർത്ഥ പവർ എവിടെയാണ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷന്റെ ഓണേഴ്സ് ആയിട്ടുള്ള കമ്പനികളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു പൊട്ടൻഷ്യൽ അവിടെ ബാക്കിയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത 10 വർഷത്തിൽ ഈ 3 ബാങ്കുകളിൽ ഏതാവും ഏറ്റവും ബെസ്റ്റ് ആകുക? ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട മറ്റു ബാങ്കുകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കാം. മെയിൻ സ്ട്രീം ഫിനാൻഷ്യൽ സ്റ്റോറികളെ ചലഞ്ച് ചെയ്യുന്ന കൂടുതൽ ഡീപ്പ് അനാലിസിസ് സ്റ്റോറികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പുതിയ വീഡിയോകളുമായിട്ട് ഉടനെ വരാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.